നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വടകരയിൽ കൊളുത്തിയ തീ കേരളത്തിലാകെ പടർന്നു കയറുന്നു. UDF അമിത ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെ KK രമ പറഞ്ഞ വാക്കുകൾ അതാണിപ്പോൾ UDFന് ആത്മവിശ്വാസം കൂടുതൽ പകരുന്നത്. ഒരു മാസം കൊണ്ട് LDF സ്ഥാനാർത്ഥി KK ശൈലജ ഓടിയ ദൂരം വെറും 2 മണിക്കൂർ കൊണ്ട് ഷാഫി പറമ്പിൽ മറികടന്നിരിക്കുന്നു. RMPയുടെ പൂർണ്ണ പിന്തുണ ഷാഫി പറമ്പിലിനുണ്ട്. അഭിപ്രായം പറയുന്നവരെ കൊന്നുതള്ളുന്ന രാഷ്ട്രീയത്തെ ഇപ്പോഴും CPM ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു. 2008 RMP രൂപീകരിച്ചതിനു ശേഷം വടകരയിൽ LDF സ്ഥാനാർത്ഥി നിലം തൊട്ടിട്ടില്ല. KK രമയുടെ വാക്കുകളിൽ അഗ്നിയുണ്ട്, അതാളുന്നു. വടകരയിൽ ഇന്നലെ ഷാഫി പറമ്പിൽ കുറിച്ചിട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ചരിത്ര പോരാട്ടത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ആ പോരാട്ട വീര്യം അടുത്ത പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും പടർന്നു കയറി. ഇപ്പോൾ തൃശൂരിൽ നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിയും K മുരളീധരനും നേരിട്ട് പൊരുതുന്ന കാഴ്ച. കേരളത്തിന്റെ പല മണ്ഡലങ്ങളിലും ആവേശം നിറയ്ക്കാൻ വടകരയിലെ പോരിന് കഴിയുന്നു. അതുകൊണ്ട് ഏവരും ഉറ്റുനോക്കുന്ന ഏറ്റവും ശക്തമായ മത്സരമായി മാറിയിരിക്കുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ്. പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലെത്തുമ്പോൾ ഇതുപോലൊരു ജനക്കൂട്ടം അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ജനം അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തി. ജനസാഗരത്തിന് നടുവിൽ ഷാഫി പറമ്പിൽ നിൽക്കുന്ന കാഴ്ച. തുറന്ന ജീപ്പിന് മുകളിൽ ഷാഫി പറമ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആർപ്പ് വിളിച്ചു. ഇക്കുറി ഭൂരിപക്ഷം 2 ലക്ഷം കഴിയും. അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി മാറ്റങ്ങൾ ആശങ്കകൾ നിറയ്ക്കുന്നില്ല അവരുടെ മനസ്സിൽ. പകരം പോരാട്ട വീര്യം ഇരട്ടിയാക്കി. അവിടെയാണ് ശൈലജയ്ക്കിപ്പോൾ കടുത്ത വെല്ലുവിളി. ടീച്ചറമ്മ എന്ന വിശേഷ പേരുമായി വടകരയിലെത്തിയ KK ശൈലജ ഉജ്ജ്വല പോരാട്ടത്തിനാണ് ഇറങ്ങിത്തിരിച്ചത്. അവസാന നിമിഷം K മുരളീധരൻ മണ്ഡലം മാറുന്നു എന്ന ധ്വനി പരന്നപ്പോൾ ഒരുപക്ഷെ ശൈലജ ആശ്വസിച്ചിരിക്കാം. എന്നാൽ അതിനേക്കാൾ പുപ്പുലിയാണ് ഇപ്പോൾ വടകരയിലെത്തിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് കോന്നി MLA ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു, ഉറങ്ങിയിട്ടില്ല സാർ, ഉറങ്ങിയിട്ടില്ല, ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല. ശരിക്കും ഇന്നലെ രാത്രി ആ ടീച്ചറമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതുപോലെയുള്ള ജനക്കൂട്ടമാണ് ഇന്നലെ വടകരയിൽ കണ്ടത്. അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമ്പോൾ UDF വിജയിച്ചു കയറുന്നത് 2 തലങ്ങളിലാണ്. ഒന്ന്, വടകരയിൽ യാതൊരുവിധ എതിർപ്പുകളുമില്ലാതെ ഷാഫി പറമ്പിലിനെ അവർ നെഞ്ചേറ്റുന്ന കാഴ്ച. മറുവശത്ത് തൃശൂരിൽ K മുരളീധരനെ ഒറ്റ മനസ്സോടെ വരവേൽക്കുന്ന ദൃശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലേക്ക് K മുരളീധരൻ കടന്നു ചെന്നപ്പോൾ TN പ്രതാപൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന വേറിട്ട രീതി തന്നെയാണ് ഏറെ പ്രശസ്തമായത്. തന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ, അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കും എന്നുറപ്പിച്ചു പറയുന്നു TN പ്രതാപൻ. മുരളീധരന്റെ വിജയം ഉറപ്പുവരുത്തും വരെ ഇനി തൃശൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് വിശ്രമമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതും TN പ്രതാപൻ. ഇന്നലെ വരെ TN പ്രതാപൻ തന്റെ ജീവിതത്തിൽ വരച്ചു ചേർത്ത ഒരുപാട് കൊള്ളരുതായ്മകൾ ഈ ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ അലിഞ്ഞില്ലാതായി. കോൺഗ്രസിന്റെ മതനിരപേക്ഷതയുടെ കൊടി വടക്കുന്നാഥന്റെ മണ്ണിൽ ഉയർത്തുമെന്നും പ്രതാപൻ പറയുന്നു. തൃശൂരിൽ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥി വേണം എന്ന് പാർട്ടി തീരുമാനിച്ചു. പ്രത്യേകിച്ച് BJPയുടെയും RSSന്റെയും നേതാക്കൾ തൃശൂരിനെ പിടിക്കാൻ വരികയാണ്. തൃശൂരിന്റെ മതേതരത്വം കാക്കാൻ, ലീഡറുടെയും കോൺഗ്രസിന്റെയും പൈതൃകം കാക്കാൻ, UDFന്റെ അഭിമാനം സംരക്ഷിക്കാൻ നമുക്ക് കരുത്തനായ ഒരാൾ വേണം. ലീഡറുടെ പടവുകൾ വെട്ടി അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ നെഞ്ചിൽ ചേർത്തുകൊണ്ട് തന്റെ അവസാന ശ്വാസം വരെ മതേതരത്വത്തിനു വേണ്ടി പോരാടും എന്ന് പറഞ്ഞ K മുരളീധരനെ നമ്മുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ TN പ്രതാപന്റേതാണ്. മുരളീധരന്റെ വിജയം ഉറപ്പാക്കി ആഹ്ലാദ പ്രകടനം നടത്തുന്നതുവരെ നമുക്കിനി ഉറക്കമില്ല. ദാഹജലം ഉപേക്ഷിച്ചിട്ടായാലും ആ ദൗത്യം ഏറ്റെടുക്കുന്നു. കോൺഗ്രസിന്റെ മതനിരപേക്ഷതയുടെ കൊടി വടക്കുന്നാഥന്റെ മണ്ണിൽ ഉയർത്തും. അതിനിത വന്നിരിക്കുന്നു സാക്ഷാൽ ലീഡറുടെ പൈതൃകത്തിന്റെ ഉത്തമ സാക്ഷി K മുരളീധരന് സ്വാഗതം. പ്രതാപന്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട്, അതിലേറെ ആഹ്ലാദമുണ്ട്. തുടക്കത്തിൽ സുരേഷ് ഗോപിയുമായി മാറ്റുരച്ചപ്പോൾ TN പ്രതാപന് ഒന്ന് കാലിടറിയോ എന്ന് നമുക്ക് പോലും സംശയം തോന്നാം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. എന്നാൽ ഇരട്ടി ശബ്ദത്തിൽ K മുരളീധരനെ വരവേൽക്കുന്ന കാഴ്ചയാണ് TN പ്രതാപൻ കാട്ടുന്നത്. അവിടെ പ്രതാപന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാവാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉറപ്പിച്ച് കേരളത്തിലെ നിയമസഭയിലെത്തി മന്ത്രിയാവുക തന്നെയാവാം പ്രതാപന്റെ ലക്ഷ്യം. എന്നാൽ അതിലപ്പുറം വിശാലമായ കോൺഗ്രസ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ഇപ്പോൾ പ്രതാപൻ നെഞ്ചേറ്റുന്നു എന്ന അഭിമാനത്തോടെ അദ്ദേഹത്തിന് പറയാം, ആശ്വസിക്കാം. തൃശ്ശൂരിലും വടകരയിലും കോൺഗ്രസിന് ഭിന്ന സ്വരങ്ങളില്ല. പാലക്കാട്ടും സമാനമാണ് പ്രതീതി.
അതിലപ്പുറം ആലത്തൂരിൽ രമ്യ ഹരിദാസ് വിജയിക്കുമോ എന്ന സംശയം പൊതുവെ കോൺഗ്രസ് പ്രവർത്തകരിലുണ്ട്. എന്നാൽ എറണാകുളത്തേക്ക് വരുമ്പോൾ, ചാലക്കുടിയിലേക്ക് വരുമ്പോൾ, അതിലിപ്പുറം ആലപ്പുഴയിലേക്ക് വരുമ്പോൾ, ഇടുക്കിയിൽ ഒക്കെ കോൺഗ്രസ് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ സംഭവിച്ചില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം പറയുന്നു. ആലപ്പുഴയിൽ ഏറ്റവും വീറുള്ള പോരാട്ടമാണ് ഇക്കുറി നടക്കുക. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ പരാജയപ്പെടാൻ പാടില്ല എന്ന് ആലപ്പുഴയിലെ പ്രവർത്തകർ പരസ്പരം പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ KC വേണുഗോപാൽ ഇക്കുറി പരാജയപ്പെട്ടാൽ അത് ദേശീയ തലത്തിൽ KCക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ശക്തി പകരുന്നത് വടകരയിൽ നിന്ന് കിട്ടിയ ആർജവം തന്നെ. ഇന്നലെ ഒരൊറ്റ പകൽ വെളിച്ചത്തിൽ കോൺഗ്രസ് നേടിയത് സമാനതകളില്ലാത്ത ആത്മവീര്യം. അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി മാറ്റത്തെ ആശങ്കകൾ ഒട്ടുമില്ലാതെ UDF പ്രവർത്തകർ നെഞ്ചേറ്റിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ വടകര പാർലമെന്റ് മണ്ഡലം UDF ഷാഫി പറമ്പിലിന് കൊടുത്ത സ്വീകരണം. 2019 അപ്രതീക്ഷിത ടെസ്റ്റുകൾക്കൊടുവിൽ വടകരയിലേക്ക് ഇരച്ചു ചെന്ന സ്ഥാനാർത്ഥിയായിരുന്നു K മുരളീധരൻ. അന്ന് K മുരളീധരന് കൊടുത്ത സ്വീകരണത്തെക്കാൾ 10 മടങ്ങ് ശക്തമായിരുന്നു ഇന്നലെ ഷാഫിക്ക് നൽകിയത്. ഷാഫിയെ സ്വീകരിക്കാൻ വൈകിട്ട് 3:30 മുതൽ വടകരയിലേക്ക് ജനം ഒഴുകി. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ അണമുറിയാതെ ഒഴുകിയെത്തുന്ന കാഴ്ച. 6 മണിക്ക് ഷാഫി എത്തുമ്പോൾ ആവേശം അണപൊട്ടിയൊഴുകി. സ്വീകരണ സ്ഥലമായ പുതിയ സ്റ്റാൻഡിൽ നിന്നും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന വടകര കോട്ടപ്പറമ്പ് വരെയുള്ള യാത്ര അക്ഷരാർത്ഥത്തിൽ വടകരയെ പ്രകമ്പനം കൊള്ളിച്ചു. LDFുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതുവരെ UDF പ്രചരണത്തിൽ ഏറെ പിന്നിലായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന ഒരൊറ്റ റോഡ് ഷോ കൊണ്ട് തന്നെ പ്രചരണത്തിൽ പ്രവർത്തകരെ ഇളക്കിമറിച്ച് മുന്നേറാൻ UDFന് കഴിഞ്ഞു. 4 മണിക്ക് തന്നെ പുതിയ സ്റ്റാൻഡും പരിസരവുമൊക്കെ ജനനിബിഡമായിരുന്നു. 5 മണിയോടെ നേതാക്കൾ ഓരോരുത്തരുമായി എത്താൻ തുടങ്ങി. KK രമ, പാറയ്ക്കൽ അബ്ദുള്ള, TT ഇസ്മയിൽ, PC വിഷ്ണുനാഥ്, രാഹുൽ മങ്കൂട്ടത്തിൽ, ടി സിദ്ദിഖ്, MK രാഘവൻ തുടങ്ങിയവർ വേദിയിലേക്കെത്തുമ്പോൾ ജനങ്ങൾ നിർത്താതെ കൈയടിച്ചു. സമാനതകളില്ലാത്ത ആവേശം തന്നെയാണ് വടകരയിൽ മുഴങ്ങിക്കേട്ടത്. ആവേശത്തിന്റെ പ്രതിധ്വനികൾ ഇപ്പോൾ തൃശ്ശൂരിലും പരിസര മണ്ഡലങ്ങളിലുമൊക്കെ ആവേശക്കൊടുമുടിയിലാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോ K മുരളീധരനോ എന്ന ചോദ്യം ഉച്ചസ്ഥായിയിലായി. പല സ്ഥലങ്ങളിലും UDF മേൽക്കോയ്മ നേടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. UDF തീർത്ത ആവേശക്കടലിലേക്ക് ഇന്നലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തും ആത്മവിശ്വാസം നിറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ഇതിനിടയിൽ പത്മജ വേണുഗോപാൽ കളം നിറയാൻ ശ്രമിക്കുന്നു. എന്നാൽ മാധ്യമങ്ങൾ അവരുടെ വാക്കുകൾക്കിപ്പോൾ വേണ്ട പ്രാധാന്യം നൽകുന്നില്ല. പത്മജിയുടെ ആരോപണങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർ. തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിനെത്തിയപ്പോൾ അവരുടെ വാഹനത്തിൽ കയറാൻ താൻ കയ്യിൽ നിന്ന് 22.5 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ തള്ളിവിടുന്നത്. പത്മജിയുടെ BJP പ്രവേശനം UDF നേതാക്കൾ എതിർക്കുന്നത് ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാനാകില്ല എന്ന് പറയുന്ന CPM മെമ്പർഷിപ്പ് പുതുക്കാത്ത S രാജേന്ദ്രനെ ഉയർത്തിക്കാട്ടി. ദേവികുളം MLA S രാജേന്ദ്രൻ BJPയിലേക്കുള്ള പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും CPM മെമ്പർഷിപ്പ് ഇനി പുതുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അവസാന ലാപ്പിൽ UDF കുതിക്കുന്ന കാഴ്ചയാണ് പല മണ്ഡലങ്ങളിലും ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വടകരയിലെ ആ പ്രകമ്പനം കേരളത്തിന്റെ പല മണ്ഡലങ്ങളിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.